മീനു മീനു ഇന്ന് മന്ത്രി പറഞ്ഞത് പരാതി കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നല്ലോ. പരാതി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ അല്ലേ? പെരുമ്പാവൂർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അബീത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരെ ഈ കേസിന് 2018 തൊട്ട് പരാതി കൊടുത്തിട്ടുള്ള ഹൈക്കോടതി വരെ പോയപ്പം ഇത് സംഭവം തള്ളിപ്പോയെന്ന് വെച്ചാൽ ജോയി ജോസഫ് വേറെ ഡിസ്ട്രിബ്യൂട്ടർ ആളാണ്. ഈ ഹുബൈൽ എന്ന് പറയുന്ന ഹുബൈൽ KP എന്ന് പറയുന്ന പുള്ളിക്കാരന് സാധനം കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ആ കമ്പനിയായിട്ട് വേറെ ബന്ധമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ആ പുള്ളിക്കാരൻ നിന്ന് പ്രൊമോഷൻ കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതും അതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഫോട്ടോസൊക്കെ നമ്മളുണ്ട്. ശരി മീനു, അപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയ യുവാക്കളോട് പറഞ്ഞ ഭാഷ എന്നെക്കാളൊരു 10-11 വയസ്സ് എളുപ്പമുണ്ടാവും യൂസഫിന്. ഇരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ യുവാക്കൾക്ക്, ഉദ്യോഗാർത്ഥികളായ യുവാക്കൾക്ക് പീഡനം ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് മീനു. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. ഇന്നിപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായി തന്നെ ഈ എത്രത്തോളം കേരള മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ ഒരു തൊഴിലിടത്തിൽ നിന്ന് വന്നത് നമ്മളെല്ലാവരും ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിംഗ് മേഖലയിൽ വലിയ ചൂഷണങ്ങൾ ഇന്ന് കാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സാലറി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതെല്ലാം പല വാർത്തകളും പലയിടത്തും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് അതിനേക്കാളെല്ലാം ഞെട്ടിക്കുന്ന രീതിയിൽ, വളരെ അപരിഷ്കൃതമായ രീതിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ എന്ന രീതി പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഇൻഹ്യൂമൻ, നമുക്ക് മനുഷ്യന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു മാനസികത തന്നെ തെറ്റുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരു തൊഴിലിടത്തിൽ നിന്നുണ്ടായിരുന്നത് തീർച്ചയായും കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഈ യൂസഫ് അലി പറയുന്നത് മുഴുവൻ കേൾക്കുകയായിരുന്നു. കാരണം എത്രത്തോളം ക്രൂരമായ നടപടികളാണ് ആ വ്യക്തി ഉൾപ്പെടെ, ആ വ്യക്തി മാത്രമല്ല ഇതിനെ വിക്ടിംസായ ഒരുപാട് ആളുകളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവർ അനുഭവിച്ചത് എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ് ഇപ്പം അത് ഉൾപ്പെടെ സൂചിപ്പിച്ച പോലെ അത് കേരളത്തിൽ തന്നെയാണോ എന്ന് പോലും നമ്മൾ അതിശയിക്കപ്പെട്ടു പോവുകയാണ്. കാരണം നമ്മളിപ്പോൾ മുമ്പ് മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞ ചാർലി ചാപ്ലിൻ്റെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ ചാർലി ചാപ്ലിൻ വളരെ ഒരു ഹാസ്യാത്മകമായി ഒരു തൊഴിലിടത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചൂഷണത്തെ പറ്റിയെല്ലാം തന്നെ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ആ കാലങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള തൊഴിലിടങ്ങളിലുള്ള ചൂഷണങ്ങളെല്ലാം നമ്മുടെ എല്ലായിടങ്ങളിലും, അത് കേരളത്തിൽ നിന്ന് തന്നെയല്ല, ഇന്ത്യയിലെ എല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ള തൊഴിൽ ചൂഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ തന്നെ മുന്നോട്ട് വെച്ചൊരു വലിയ മുദ്രാവാക്യമുണ്ട്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നത് പതിറ്റാണ്ടുകളായി ഉയർത്തിപ്പിടിക്കുന്ന തൊഴിലാളി മുദ്രാവാക്യമാണ്. അത് അച്ചീവ് ചെയ്തൊരു നാട് കൂടിയാണ് നമ്മുടെ ഈ നാട്, നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യയെല്ലാം അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് നടക്കാൻ കാരണമാകുന്ന പല കാര്യങ്ങളുണ്ട്. ഈ ചൂഷണത്തിന് വിധേയമാകുന്ന ആളുകൾ പരാതിയുമായി പോയിട്ടുണ്ടെങ്കിൽ അവരോട് പെരുമാറുന്ന രീതി, നമ്മൾ നടത്തുന്നത് പോലീസ് സ്റ്റേഷനാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആശ്രയം എന്ന് വിചാരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടേക്ക് ചെല്ലുന്ന ആളുകളോട് ഈ രീതിയിലാണ് പെരുമാറുന്നത് എങ്കിൽ അവിടെ ഒരു അവിശുദ്ധ ബന്ധം ഉണ്ടാകണമല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ യൂസഫ് അലി പറയുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ മോശപരമായ ഒരു അനുഭവം ഈ പരാതിപ്പെടാൻ ചെന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായെന്ന് തീർച്ചയായും ഈ യൂസഫ് അലി പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമം നിർവഹിക്കപ്പെടാനും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള സ്ഥാപനമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. അത്തരം നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ഇന്നിപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ വി ശിവൻകുട്ടി മിനിസ്റ്റർ കൃത്യമായി തന്നെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലേബർ ഓഫീസറെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തിക്കൊണ്ട് വളരെ അടിയന്തരമായി തന്നെ ഇതിൽ നടപടി സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നടപടിയെടുക്കുന്ന, പരാതിപ്പെടാൻ കഴിയുന്ന ഒരിടം തന്നെയാണ് കേരളം. അത്തരത്തിൽ പരാതിപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ അവഗണിക്കുന്ന ഒരിടമല്ല കേരളം. നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഭൂരിഭാഗം വിഷയങ്ങൾ കൃത്യമായി തന്നെ നടപടി വിധേയമാക്കുന്ന, നടപടി കൃത്യമായി കാണുന്ന, അത് പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷേ അതിൽ അനുകൂലമല്ലാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള തീർച്ചയായും തൊഴിൽ മന്ത്രി അടക്കമുള്ളവർ, ആഭ്യന്തര മന്ത്രി അടക്കമുള്ളവർ, പോലീസ് മേധാവിമാരടക്കമുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകണം. അങ്ങനെ കേരളത്തിലെ ഒരു പറ്റം യുവാക്കൾ അവരുടെ ഗതികേട് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ച് ചെല്ലുന്ന സമയത്ത് ഈ സമീപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. എനിക്ക് ഫേസ്ബുക്കിൽ, എനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ ഈ സമയം മെസ്സേജ് അയക്കാണ്. അദ്ദേഹത്തിന്റെ പേര് പറയരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഈ ഡിബേറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ
വർഷങ്ങൾക്ക് മുൻപ് അവരുടെ മനുഷ്യത്വരഹിതമായ വഞ്ചനയ്ക്ക് ഇരയായിട്ടുള്ള ഒരാളാണ്. അത് ചെയ്ത ആളുകൾ ഇപ്പോഴും ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. എനിക്കിപ്പോൾ നല്ലൊരു കരിയറുണ്ട്. പക്ഷെ ഞാൻ 2009 എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കണം, ഇതേ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് എന്ന് പറയുകയാണ്. അതായത് 30 കിലോമീറ്റർ നടത്തുമായിരുന്നു എന്നുള്ളതാണ്. ശിക്ഷ എന്നാണോ അതോ ഈ ജോലിയുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ളത് വ്യക്തമല്ല. പേര് പറയരുത് എന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേൾക്കുന്നുമുണ്ടായിരിക്കും. ഈ ചർച്ച തത്സമയം കണ്ട് ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ ഫേസ്ബുക്കിൽ അയച്ച മെസ്സേജാണ്. നേരത്തെ മെയിനായിട്ട് ഇവർ തൊഴിലില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് GPL. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാലത്തോളം ഞാൻ ഈ തൊഴിൽ നടത്തുന്നല്ലേ നടപ്പിലാക്കും. ശരി, ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്.